ഉള്ള വില കളഞ്ഞ് ഇല്ലാത്ത വില ഉണ്ടാക്കരുത്. അഭിമാനം കളഞ്ഞ് അപമാനം സഹിച്ച് അംഗീകാരം നേടരുത്. തന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് പറയുന്നവരുടെ മുന്നിൽ എന്നെക്കൊണ്ട് പറ്റുമെന്ന് കാണിക്കുന്നതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം. വെറുക്കുന്നവർ വെറുക്കട്ടെ. ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ഒരുപാട് കാലം ഓർത്തു ദുഃഖിക്കാനായി മനുഷ്യർ ചിലർ ഒരല്പകാലത്തെ സ്നേഹം നൽകി അകലുന്നു. നമുക്കറിയാവുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നമ്മൾ പോലും അറിയാത്ത ക്യാരക്ടർ ഉണ്ടാവും. ഒറ്റയ്ക്ക് പറക്കാനും ഏറെ ദൂരം പിടിച്ചു നിൽക്കാനും പഠിക്കണം. എല്ലായ്പ്പോഴും ചില്ല് കിട്ടിയെന്ന് വരില്ലല്ലോ. തോറ്റേക്കാം ഒരുപാട് തവണ. എന്നാലും നീ നിന്റെ വിശ്വാസം കൈവിടേണ്ട. നിന്നിൽ വന്നു ചേരാനുള്ളതാണെങ്കിൽ അതിൽ നിന്നിൽ വന്നു ചേരും. പ്രതീക്ഷയോടെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ചിന്ത മാത്രം മതി ജീവിക്കാൻ. വളരെ ആകർഷകമായ സ്ത്രീകളോട് സംസാരിക്കാൻ പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടാണ്. എപ്പോഴും സത്യസന്ധരാണെന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷേ സത്യം പറയില്ല. ആൺകുട്ടികൾ സാധാരണയായി ഇഷ്ടമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു. പുരുഷന്മാർക്ക് മുൻ തലമുറയെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല. പുറമേ എത്ര സന്തോഷം കാണിച്ചാലും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ നമുക്കല്ലേ അറിയൂ. നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളില്ലേ, അത് നിങ്ങളുടെ ആരാണ്? എല്ലാവർക്കും വേണ്ടി എല്ലായിടത്തും ഓടി നടന്നിട്ട് അവസാനം എൻ്റെ കാര്യം ഞാൻ മറന്നുപോയി, നമ്മൾ കാണുന്നത് പോലെയല്ല മറ്റുള്ളവർ നമ്മളെ കാണുന്നത് എന്ന് മനസ്സിലാക്കി ജീവിതം ജീവിച്ചു മുന്നോട്ട് പോകുക. നീ തേടുന്നത് ചിലപ്പോൾ നിന്നെയും തേടും. നിന്റെ ഉയർച്ചയിൽ നീ ആരാണെന്ന് നിന്റെ സുഹൃത്തുക്കൾ അറിയും. നിന്റെ തകർച്ചയിൽ നിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നീയും അറിയും. ആരുടെയും പങ്കാളിയാവാതിരിക്കുക. കഴിയുമെങ്കിൽ ആരുടെയും ആരുമാവാതിരിക്കുക. പിന്നെയും കഴിയുമെങ്കിൽ ഒന്നും ആവാതിരിക്കുക. ഒരു സൂചന പോലും നൽകാതെ എത്ര വിദഗ്ധമായാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആളുകൾ കൂടുവിട്ട് കൂടുമാറുന്നത്. പ്രതീക്ഷയോടെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത മാത്രം മതി ജീവിക്കാൻ. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച അത് നമ്മുടെ മാതാപിതാക്കളുടെ പുഞ്ചിരി കാണുക എന്നതാണ്. ആ പുഞ്ചിരിക്ക് കാരണം നമ്മളാണെങ്കിൽ സന്തോഷം ഇരട്ടിയാകും. എത്രത്തോളം കൂടെ ഉണ്ടായി എന്നതല്ല, അന്നും ഇന്നും എത്രത്തോളം മനസ്സിലാക്കി എന്നതിലാണ് സത്യം. പരസ്പര സ്നേഹത്തേക്കാൾ എത്രയോ വലുതാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരാകുന്നു. തലച്ചോറ് പകൽ സമയത്തേക്കാൾ രാത്രിയിൽ സജീവമാണ്. അമിതമായി ചിന്തിക്കുന്നവർക്ക് ഉയർന്ന ബുദ്ധിശക്തി ഉണ്ടാകും. സ്നേഹം തേടുന്ന ഒരുപാട് വഴികൾ മുന്നിലുണ്ടെങ്കിലും ഒരിക്കലും സ്നേഹം ലഭിക്കുമെന്ന് അറിയുന്ന വഴിയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭ്രാന്താണ് ചിലപ്പോൾ. എല്ലാ സ്നേഹം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. പകർച്ചവ്യാധിയാകാം. കൂടുതൽ തവണ ചിരിക്കുന്ന ആളുകൾക്ക് വേദന സഹിക്കാൻ കഴിയും. മൾട്ടി ടാസ്കിംഗ് യഥാർത്ഥത്തിൽ ഉൽപാദനക്ഷമത കുറയ്ക്കുകയും സമ്മർദ്ദനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എഴുതുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞാൽ, നമ്മുടെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ നമ്മൾ നമ്മളെ അറിയുന്ന ഒരാളുണ്ട്, അമ്മ. അമ്മ തരുന്ന ധൈര്യം അത് മറ്റാർക്കും തരാൻ കഴിയില്ല. ചേർത്തുപിടിക്കേണ്ട സമയത്തു തന്നെ ചേർത്തുപിടിക്കണം. ഇല്ലെങ്കിൽ പിന്നീടൊരിക്കലും ചേർത്തുപിടിക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് മാഞ്ഞുപോയേക്കാം. ലോകത്തുള്ള നിങ്ങളെ മടുത്താലും നിങ്ങൾക്ക് നിങ്ങളെ മടുക്കാൻ അനുവദിക്കാതിരിക്കുക. പതിവായി ശാരീരിക വ്യായാമത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മികച്ച ആത്മാഭിമാനവും ശരീരപ്രതിച്ഛായയും ഉണ്ടാകും. ഒരു പുതിയ ശീലം രൂപപ്പെടുത്താൻ ഏകദേശം 66 ദിവസമെടുക്കും. ഉയർന്ന അളവിലുള്ള സമ്മർദ്ദം ഓർമ്മയെയും വൈജ്ഞാനിക പ്രവർത്തനത്തെയും തകരാറിലാക്കും. നീലനിറം മനസ്സിലും ശരീരത്തിലും ശാന്തമായ പ്രഭാവം ചെലുത്താനായി കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഇനിയൊരിക്കലും നമ്മുടെ അടുത്തില്ല എന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. നെഞ്ചിനകത്തുള്ള വിങ്ങൽ,
നമ്മളെ വേണ്ട എന്ന് പറയുന്നവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്തോറും അവിടെ ശ്വാസം മുട്ടുന്നത് നമുക്ക് തന്നെയാണ്. ഉള്ള വില കളഞ്ഞ് ഇല്ലാത്ത വില ഉണ്ടാക്കരുത്. അഭിമാനം കളഞ്ഞ് അപമാനം സഹിച്ച് അംഗീകാരം നേടരുത്. തന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് പറയുന്നവരുടെ മുന്നിൽ എന്നെക്കൊണ്ട് പറ്റുമെന്ന് കാണിക്കുന്നതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം. വെറുക്കുന്നവർ വെറുക്കട്ടെ, ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ഒരുപാട് കാലം ഓർത്ത് ദുഃഖിക്കാനായി മനുഷ്യർ ചിലർ ഒരല്പകാലത്തെ സ്നേഹം നൽകി അകലുന്നു. അതാണ് സ്നേഹം. ഈ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാം, നമ്മുടെ അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാരാണ്. നമ്മുടെ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ജീവിതം അങ്ങനെയാണ്. നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ തീരൂ. അതാണ് ജീവിതം. ചില ബന്ധങ്ങൾ എല്ലാമെന്ന് നമ്മൾ കരുതും, ഒന്നുമല്ലെന്ന് കാലം തെളിയിക്കും. ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നമ്മളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി സ്നേഹിക്കുക. ഒരു സ്ത്രീയിൽ പുരുഷനെ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അവളുടെ കണ്ണുകളാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. കേട്ടതോ കണ്ടതോ ആരെങ്കിലും പറഞ്ഞതോ അല്ല, ഞാൻ അനുഭവിച്ചത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ശരികൾ. നമുക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറത്തുനിന്ന് ആൾക്കാർ നമ്മളെ കാണുന്ന അതേ രീതിയിൽ നമ്മൾ നമ്മളെ കാണാൻ തുടങ്ങിയാൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം. ഇടയ്ക്ക് സംസാരം നിന്നു പോവാതെ നോക്കിക്കോ. ഒരു വട്ടം അത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുടരാൻ എളുപ്പമല്ല. നമ്മളും അവരും ചിലപ്പോൾ അപരിചിതർ പോലെ ആയിപ്പോകും. ജീവിതത്തിൽ ആവശ്യമായ നിയമങ്ങൾ. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കരുത്. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാത്രം സംസാരിക്കുക. കുറച്ചു സമയമെങ്കിലും ഫ്രീ ആയിരിക്കാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നുണ്ടെങ്കിൽ പുസ്തകം വായിക്കുക. തെറ്റായ സ്ഥലത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒരിക്കലും അത് വിജയിക്കുകയില്ലെന്ന് പഠനങ്ങൾ പറയുന്നു. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്നും വളരെയധികം മൃദുല ഹൃദയരുമാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇഷ്ടം തോന്നിയപ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമില്ലാതാകുമ്പോൾ പറയാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ശ്വാസമുണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ ശ്വാസമുണ്ടാകില്ല, പേരുണ്ടാകും. ഈ ശ്വാസവും പേരും തമ്മിലുള്ള അകലമാണ് ജീവിതം. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ ജയിക്കുന്ന ഒരു മൊമെൻ്റ് വരും. അതിനെ നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞു നടക്കും. നഷ്ടപ്പെട്ടതൊന്നും നിനക്കുള്ളതല്ല, നിനക്കുള്ളതൊന്നും നഷ്ടപ്പെടുകയും ഇല്ല. സ്നേഹിക്കാൻ മനുഷ്യർക്ക് ആദ്യം വേണ്ടത് സത്യം മാത്രം പറയുന്ന നാവാണ്, പിന്നെ അഭിനയിക്കാതെ ജീവിക്കാനുള്ള മനസ്സും. ചിലതിന് ഒന്നും രണ്ടാമതൊരു അവസരം ഇല്ല. ഒരിക്കൽ പോയാൽ പോയത് തന്നെയാണ്. സ്നേഹിക്കുക, അതിരുകളില്ലാത്ത അറ്റമില്ലാത്ത നമ്മളെ മാത്രം സ്നേഹിക്കുക. ഒരു പരിധിയിലാവുക നമ്മൾ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ, പരിഗണനയിലും പ്രാധാന്യത്തിൽ സ്വയം നമ്മൾ വേദനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. സ്നേഹം, പരിഗണന, സന്തോഷം, സമാധാനം, ഇവ നാലും ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ്. അതുപോലെ തന്നെ എത്ര വില കൊടുത്തും നേടാൻ കഴിയാത്തതുമായ 4 കാര്യങ്ങളാണ്. ചില ബന്ധങ്ങളുണ്ട്, നമ്മൾ പരിചയപ്പെടാൻ വളരെ വൈകിപ്പോയിട്ടുണ്ടാവും. എങ്കിലും നമ്മളിൽ നേരത്തെ വന്നവരെക്കാൾ എത്രയോ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചവരായിരിക്കും നമുക്ക് ജീവിതത്തിൽ. ജീവിക്കുമ്പോൾ കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോൾ വേദന ഇല്ലാതെയിരിക്കാം. കഴിഞ്ഞുപോയത് ഒരു അവസാനമല്ല, ജീവിതത്തിലെ ഒരു പാഠം മാത്രമാണ്. ചിറകുള്ള പക്ഷികൾ മാത്രമല്ല, ചിറകില്ലാത്ത അപ്പൂപ്പൻ താടിയും പറക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.